കാർട്ടിലേജിൻ്റെ പരിക്ക് പരിഹരിക്കാനായിട്ട് നിരവധി സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഇപ്പോൾ നിലവിലുണ്ട്. 2 സ്റ്റേജായിട്ട് ഓപ്പറേഷൻ വഴി ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഒറ്റ സ്റ്റേജിൽ തന്നെ കംപ്ലീറ്റ് ആവുന്ന പ്രൊസീജിയേഴ്സ് ഉണ്ട്. 2 സ്റ്റേജിൽ ചെയ്യുന്ന പ്രൊസീജിയറാണ് ഓട്ടോലോഗസ് കോൺട്രോസൈറ്റ് ഇംപ്ലാന്റേഷൻ അഥവാ ACI എന്ന് പറയുന്നത്. ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സിൽ ജോയിൻറ്റിനകത്ത് തന്നെ ബോഡി വെയിറ്റ് കടന്നു പോകുന്ന ഏരിയ ഉണ്ട്, ബോഡി വെയിറ്റ് കടന്നു പോകാത്ത ഏരിയ ഉണ്ട്. ബോഡി വെയിറ്റ് കടന്നു പോകാത്ത ഏരിയയിലുള്ള കാർട്ടിലേജ് ഒരു ഗ്രാഫ്റ്റായിട്ട് നമ്മൾ ഒന്ന് എടുത്താലും മുട്ടിനും അല്ലെങ്കിൽ വേറെ ജോയിൻറ്റുകൾക്കും വലിയ പരിക്കൊന്നും പറ്റില്ല. ബോഡി വെയിറ്റ് കടന്നു പോകാത്ത സ്ഥലത്ത് നിന്ന് കാർട്ടിലേജ് എടുത്ത് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന അതൊരു ടെക്നിക്ക്, അതൊരു ഒറ്റ സ്റ്റേജിൽ ചെയ്യുന്ന ടെക്നിക്കാണ്. രണ്ടാമത്തെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് കാർട്ടിലേജ് പോയ ആ ഡിഫക്റ്റിൻ്റെ ചുറ്റുമുള്ള കാർട്ടിലേജിൻ്റെ കോശങ്ങൾ അതിനെടുത്ത് നമ്മൾ മിൻസ് ചെയ്ത് അതിനെ നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അതിനെ ആ ഡിഫക്റ്റിൽ നിക്ഷേപിച്ച് ഒരു ഗ്ലൂ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുക എന്നുള്ളത്, അത് വേറൊരു ടെക്നിക്കുണ്ട്. പിന്നെ ഇപ്പോൾ വേറെ കുറേ ടെക്നിക്സ് വന്നിട്ടുണ്ട്. കൊളാജൻ മെംബ്രെയിൻ, കൊളാജൻ കൊണ്ടുണ്ടാക്കിയ അബ്സോർബ് ചെയ്യുന്ന രീതിയിലുള്ള തിക്കായിട്ടുള്ള മെംബ്രെയിൻ കാർട്ടിലേജ് പോയ ഡിഫക്റ്റിലേക്ക് തുന്നിപ്പിടിപ്പിക്കുക അല്ലെങ്കിൽ അതിനൊരു ഗ്ലൂ വെച്ച് ഒട്ടിക്കുക, അങ്ങനത്തെ കുറേ പ്രൊസീജിയേഴ്സ് വന്നിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാർട്ടിലേജിനെ മിമിക് ചെയ്യുന്ന ചില ഇംപ്ലാന്റുകൾ ആ രൂപത്തിലും കാർട്ടിലേജിൻ്റെ പരിക്കിനെ പരിഹരിക്കാനുള്ള മെത്തേഡ്സ് വന്നിട്ടുണ്ട്. ഈ മെത്തേഡ്സ് സെലക്ട് ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം ഏത് ടൈപ്പ് ഓഫ് പേഷ്യൻറ്റിലാണ് അത് ചെയ്യുന്നത്, പേഷ്യൻറ്റിൻ്റെ പ്രായം, പേഷ്യൻറ്റിൻ്റെ കാർട്ടിലേജ് പോയ ആ ഗ്യാപ്പിൻ്റെ വലിപ്പം, ഇതൊക്കെയാണ് ഏത് പ്രൊസീജിയർ ചെയ്യണം എന്നുള്ളത് ഡിസിഷൻ വരുന്നത്.